ഹലോ, ഈ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ എവിടെയാണെന്ന്. ശരിക്കും ഇതെൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദാറ്റ് ഐ എം സോ ഹാപ്പി. ഹലോ, ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണുള്ളത്. സോ നമ്മളിന്ന് കണ്ടോ ആരൊക്കെ എൻ്റെ കൂടെ ഉള്ളത്. സോ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോകാൻ പോണേ? ഗിരീഷാണ് നമ്മുടെ ഗൈഡ്. ഗിരീഷ് നമ്മളെ കൊണ്ടുപോകും, എങ്ങോട്ടേലൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ അവിടെ പോകും. നമ്മളിവിടെ നിന്നൊരു കേബിൾ കാർ കയറി ആ മലയുടെ ടോപ്പിൽ പോകുമായിരിക്കും എന്നാണ് ഇവൻ പറയുന്നത്. എന്ത് അടിപൊളി വ്യൂസാണ് ഇവിടെ ഉള്ളത്. ശരിക്കും സ്വിറ്റ്സർലൻഡ് ഒരു അടിപൊളി യൂറോപ്പിലെ ഒരു കൺട്രിയാണ് കേട്ടോ. ശരിക്കും എനിക്കറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷേ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണ പോകണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഞാൻ ഇപ്രാവശ്യം ഈ സമയത്ത് തന്നെ പോകാൻ കാരണം എന്താണെന്നറിയോ? മെയിനായിട്ടും നമുക്കിപ്പോൾ ഫ്രണ്ട്സ് പാസ് കിട്ടും, അത് 25 ഇയേഴ്സ് വരെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഫ്രണ്ട്സ് പാസിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും പോയത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഓഷ്യനൻസി. അപ്പോൾ ഓഷ്യനൻസിയിൽ നിന്ന് ഒരു കേബിൾ കാർ കയറിയിട്ടാണ് നമ്മൾ ടോപ്പിലെത്തുക. അപ്പോൾ കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാനാണ്. ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേബിൾ കാറിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഗൈസ്, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറി ഇറങ്ങി. ഗോപ്സ് എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കേബിൾ കാർ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം, വേർത്തിയാണ്. അപ്പോൾ ഓഷ്യനൻസിയിൽ എങ്ങനെയാണ് എത്തിപ്പെടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരിക്കും എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബേണിൽ നിന്നാണ്. ബേണിൽ നിന്ന് കണ്ടസ്റ്റാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തണം. അവിടുന്ന് ജസ്റ്റ് കുറച്ച് നടന്നാൽ ഓഷ്യനൻസിയിലോട്ടുള്ള കേബിൾ കാറിൽ പോകാനുള്ള ഡയറക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ കേബിൾ കാറിൽ കയറിയാണ് നമ്മൾ ഇതിൻ്റെ മേളിലെത്തുക. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ഓഷ്യനൻസി കാണാൻ പറ്റും. കുറച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ വ്യൂ അടിപൊളിയാണ്. ഈ നടന്നു പോകുന്നതിനുണ്ട് ആ വ്യൂ. പിന്നെ കുറേ നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം തിരിച്ചും അതുപോലെ തന്നെ നടന്ന് തിരിച്ചിറങ്ങി വരേണ്ടത്. നമുക്ക് ഈ കേബിൾ കാർ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, എനിക്ക് തോന്നുന്നു ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാം. ആൻഡ് ഈ കേബിൾ കാറിൻ്റെ റേറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ 36 സ്വിസ് ഫ്രാൻസ് ആണ്. ആൻഡ് ഹാഫ് എയർ കാർഡ് നമ്മൾ SBB വരെ എടുക്കുകയാണെങ്കിൽ 18 സ്വിസ് ഫ്രാൻസ് ആണ്. ആൻഡ് നമ്മളിങ്ങനെ കുറേ നടന്നതിന് ശേഷം ഈ ലേക്ക് കാണുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ആൻഡ് ഈ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ നടന്നിട്ടാണെങ്കിലും ഇത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഇനി ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്തേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ഓർ മേ നോട്ട് ബി. പക്ഷേ അവിടെ കാണാൻ രസമുണ്ടായിരുന്നു നല്ലോണം. നമുക്ക് ചെറിയ രീതിക്കുള്ള ഹൈക്കിങ്ങേ ഉള്ളൂ, അങ്ങനെ അധികം ഹൈക്കിങ് പോലെയൊന്നും ഇല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര ഹൈക്കിംഗ് ആയിരുന്നു. ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തോട്ടൊന്നും അങ്ങനെ അധികം കയറി നിന്നില്ല, കാരണം എൻ്റെ ഡ്രസ്സൊക്കെ നനയുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ എന്തായാലും ഈ ഓഷ്യനൻസി നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും. ആൻഡ് ഞാനിവിടെ യൂറോപ്പിൽ വന്നിട്ട് വേറെ കൺട്രിയിൽ പോലും ഫസ്റ്റ് പ്രാഗിൽ പോയിട്ടുണ്ട്. പക്ഷേ പ്രാഗും ജർമ്മനിയും ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടാണ് എനിക്ക് സ്വിറ്റ്സർലൻഡ് തോന്നുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് ഞാൻ ശരിക്കും ഈ ബ്ലൂയിഷ് ഗ്രീൻ വാട്ടർ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു ശരിക്കും വെള്ളത്തിന് പച്ചവെള്ളം എന്നുള്ള പേര് ഈ കളർ കാരണം ഉണ്ടായതായിരിക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് മൗണ്ടെയിൻ കോസ്റ്റർ ആക്ടിവിറ്റീസൊക്കെ എടുക്കാൻ പറ്റും. ആക്ച്വലി ഞാനത് ചെയ്തില്ല, പക്ഷേ ഗിരീഷ് ഗോപിക അത് ചെയ്തു. ഭയങ്കര നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഞാനില്ലേ ഈ ഓഷ്യനൻസിയിൽ ആ ലേക്ക് കാണാൻ നടന്നു പോയപ്പോൾ തന്നെ ഞാൻ തളർന്ന് ഒരു വിധമായി. അപ്പോൾ ഇതൂടെ കയറിയാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഐ തോട്ട് നോട്ട് ടു ഗോ ഫോർ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ഓഷ്യനൻസി ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് കേബിൾ കാറിൽ തന്നെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഓഷ്യനൻസി കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങളുടെ 2x റോ ആൻഡ് റിയൽ എക്സ്പീരിയൻസ് സൂപ്പർ. നിനക്കോ? ഇവർക്ക് ഒരുപാട് നടക്കുന്നത്, ഞാനിങ്ങനെ നടക്കാത്തതുകൊണ്ട് എനിക്കത് കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പകുതി എത്തിയപ്പോൾ ഒക്കെ തിരിച്ച് വരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു. പക്ഷേ ആ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വരുന്നവർ എന്തായാലും അവിടെ പോകണം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം.